നമസ്കാരം. വൈറ്റ് ഹൗസ് ക്യാബിനറ്റ് യോഗത്തിനിടെ തമ്മിൽ തല്ലിയ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് മേധാവി ഇലോൺ മസ്കും എന്തായാലും ആഗോള തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആകെ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പൊതുവെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഭരണകക്ഷി അംഗങ്ങൾക്കിടയിലെ പൊരുത്തക്കേടുകൾ ഇപ്പോൾ നാലാൾ അറിയുന്ന അംഗം വെട്ടലായി തന്നെ മാറിക്കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെളിവാക്കുന്നത്. ഇരുവരും തമ്മിൽ എന്തായാലും ഒഴിഞ്ഞു പോകാൻ ഇനി ഒരു തരവുമില്ല. കാരണം ട്രംപിന് മുന്നിൽ വെച്ചുണ്ടായ തർക്കം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. റൂബിയോ തന്റെ വകുപ്പിൽ മതിയായ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടില്ലെന്ന് മസ്ക് ആരോപിച്ചതിനെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അതേസമയം അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെതിരെ ടെക് കോടീശ്വരൻ നടത്തിയ കുരിശു യുദ്ധത്തിൽ റൂബിയോയ്ക്ക് നേരത്തെ തന്നെ മസ്കിനോട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും 20ഓളം മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു അസാധാരണ മന്ത്രിസഭാ യോഗം നടന്നതെന്ന് സ്രോതസ്സുകൾ പറയുന്നുണ്ട്. റൂബിയോയ്ക്ക് എതിർവശത്തിരുന്നിരുന്ന മസ്ക് ജീവനക്കാരെ വെട്ടിക്കുറച്ചിട്ടില്ലെന്ന് ആരോപിച്ചു. റൂബിയോ പിരിച്ചുവിട്ട ഒരേയൊരു വ്യക്തി ഡോട്ട് സ്റ്റാഫിലെ ഒരു അംഗമായിരിക്കാമെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടു. 1500-ലധികം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ഇതിനകം തന്നെ വിരമിക്കൽ കാലാവധിക്ക് മുമ്പുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വാദിച്ചുകൊണ്ട് റൂബിയോ മസ്കിനെ തിരിച്ചടിച്ചു. വകുപ്പിനായുള്ള തന്റെ പുനർസംഘടനാ പദ്ധതികൾ വിശദീകരിക്കുന്നതിന് മുമ്പ് കൂടുതൽ ആഴത്തിലുള്ള വെട്ടിക്കുറവുകൾ വരുത്തുന്നതിനായി മാത്രം അവരെ വീണ്ടും നിയമിച്ച് പിരിച്ചുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നും റൂബിയോ മസ്കിനോട് ചോദിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിദേശ രാഷ്ട്രീയ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന അമേരിക്കയുടെ പ്രാഥമിക ഏജൻസിയായ USAIDയെ മസ്ക് അടച്ചുപൂട്ടുന്നതിനെ തുടർന്ന് ആഴ്ചകളായി റൂബിയോയുടെ രോഷം പുകയുമായിരുന്നുവെന്ന് ഒരു മാധ്യമ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഏജൻസി കാര്യക്ഷമതയില്ലായ്മയും വ്യാപകമായ അഴിമതിയും കാണിക്കുന്നുവെന്ന് മസ്ക് പലകുറി കുറ്റപ്പെടുത്തിയിരുന്നു. മസ്കിന് ഏജൻസിയിൽ വലിയ മതിപ്പില്ലായിരുന്നുവെന്നും റൂബിയോ ടിവിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നയാളാണെന്ന് പറഞ്ഞ് മസ്ക് പലവട്ടം പരിഹസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വാദം നീണ്ടുപോയപ്പോൾ ട്രംപ് ഒടുവിൽ ഇടപെടുകയും സ്റ്റേറ്റ് സെക്രട്ടറി മികച്ച ജോലി ചെയ്യുന്നുണ്ടെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതായും പത്രം അവകാശപ്പെടുന്നുണ്ട്. മസ്കിന്റെ അധികാരത്തിൽ ട്രംപ് വാഴാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ആദ്യ പ്രധാന സൂചനയായിരിക്കാം ഈ ഏറ്റുമുട്ടൽ എന്നാണ് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത്. ചൂടേറിയ വാദപ്രതിവാദത്തിനിടെ ട്രംപ് മൗനം പാലിക്കുകയും ഒടുക്കം റൂബിയോയെ ന്യായീകരിക്കാൻ ഇടപെട്ടു എന്നുമാണ് ഫോർച്യൂൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റൂബിയോയെ പ്രശംസിക്കുകയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ എടുത്തു കാണിക്കുകയും ചെയ്തുകൊണ്ട് ട്രംപ് നടത്തിയ അനുനയ നീക്കം പക്ഷേ ഫലം കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്തു വന്നാലും മസ്കിനെതിരെ വിരലനക്കാൻ ട്രംപ് മുതിരുകയില്ല. റൂബിയോയ്ക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും തന്റെ ഏജൻസി നടത്തുന്നതിനിടയിൽ യാത്ര ചെയ്യാനും ടിവിയിൽ പ്രസംഗിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ബാധ്യതയാണെന്നും ട്രംപ് അവകാശപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ആക്രമണാത്മക ചെലവ് ചുരുക്കൽ നടപടികളെ കുറിച്ച് ഫെഡറൽ കേസുകൾ ഉയർന്നു വന്ന അവസരങ്ങളിൽ ട്രംപ് മസ്കിന്റെ ഡോഗ് സംഭവത്തെക്കുറിച്ചും പിന്തുണച്ചിട്ടുണ്ട്. റൂബിയോ, മസ്ക് എന്നിവർ ഉപദേശം നൽകുമെങ്കിലും അന്തിമ സ്റ്റാഫിംഗ് തീരുമാനങ്ങൾ ഫെഡറൽ ഏജൻസിയുടെ സെക്രട്ടറിമാരായിരിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ട്രംപിന്റെ തടിയൂരൽ സിദ്ധാന്തത്തിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഈ പ്രസ്താവന എന്നതിൽ ഒരു സംശയത്തിന്റെ ആവശ്യം പോലുമില്ല.